വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത് പോലുള്ള വജൈനൽ ഡിസ്ചാർജ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കേൾക്കണം കേട്ടോ. വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ട് നമുക്ക് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. വജൈനൽ ഡിസ്ചാർജിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, വജൈനൽ ഡിസ്ചാർജിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസ് നീണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള പല ടോപ്പിക്സും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓരോ സ്ത്രീകൾക്കും വജൈനൽ ഡിസ്ചാർജ് അവരുടെ ഓരോ ഫേസിലും കൃത്യമായിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡെലിവറി നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കും നോർമലി ഡെലിവറി കഴിയുന്ന അവസരങ്ങളിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. എൻ്റെ മോക്കുണ്ടായിരുന്നതാണ് കേട്ടോ. അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് പെട്ടെന്ന് ആ ഒരു എഫക്റ്റ് വരുമ്പോഴാണ് കുഞ്ഞിനും അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നതെന്ന് ഞാൻ ഈ ഇടയായിട്ടൊരു ബ്ലോഗിൽ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊരു പീരീഡ്സിന്റെ സമയമൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും പല ആളുകൾക്കും ആ പീരീഡ്സിന്റെ ബ്ലഡിൽ കൂടി തന്നെ ഒരു വെഗായിട്ട് ടെക്സ്ചറുള്ള ഒരു ഡിസ്ചാർജ് പോകാറുണ്ട്. ആ ഒരു ലൂബ്രിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ പോകുന്നത്. ആ ഒരു പീരീഡിന്റെ ഒരു ഡേ 1 മുതൽ ഡേ 6 വരെ അങ്ങനെയാണ് നമുക്ക് പോകുന്നതെങ്കിൽ ഒരു ഡേ 6 മുതൽ ഡേ 14 വരെയുള്ള സമയം നമുക്ക് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് പോകുന്ന സമയമാണ്. ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജോ അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജോ ആയിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ചാർജ് പോകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരു 12 to 14 അല്ലെങ്കിൽ ഒരു 16 വരെയുള്ള ടൈം പീരീഡ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ വെച്ചിട്ട് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് പോകുന്നത് നല്ലപോലെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും. അതായത് രണ്ട് കൈയുടെ വിരലുകൾക്കിടയിൽ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ വലിച്ച് നീട്ടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓവുലേഷൻ ആകുന്നതിന് ഒരു 3-4 ദിവസം മുൻപ് ഈ ഡിസ്ചാർജ് കൂടി വന്നിട്ട് ദെൻ ഓവുലേഷൻ കഴിഞ്ഞതിന് ആ എക്സാക്ട് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ ആ ഈ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. ഓൾമോസ്റ്റ് നമുക്ക് പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എഗെയിൻ നിങ്ങൾക്ക് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാകും. ഇത് നോർമലായിട്ട് നമുക്ക് പോകുന്ന ഒരു വജൈനൽ ഡിസ്ചാർജ് ആണ്. വജൈനയുടെ പലതരത്തിലുള്ള ക്ലീനിങ് പ്രോസസ്സും കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. ഓവുലേഷൻ ഡിസ്ചാർജ് നമുക്ക് സെർവിക്കൽ മ്യൂക്കസിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്നത് നമ്മുടെ ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പർപ്പസോട് കൂടിയിട്ടാണ് വജൈനൽ ഡിസ്ചാർജ് എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അതിൽ നിങ്ങൾ നോർമലായിട്ട് തന്നെ എടുത്താൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്ന അബ്നോർമൽ കേസ്, ഞാൻ നേരത്തെ ആ തംബ്നെയിൽ കൊടുത്തതുപോലുള്ള അബ്നോർമൽ കേസ്, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമുക്ക് ചീസിന്റെ പോലെയുള്ള ഒരു കോട്ടേജ് ചീസിന്റെ പോലെയുള്ള ടൈപ്പ് ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു തൈരൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൽ തൈരിൽ കട്ടയായിട്ട് കുറേ അങ്ങനെ ഡിസ്ചാർജ് കിടക്കില്ലേ, അങ്ങനെയുള്ള ഡിസ്ചാർജ് ഭയങ്കര തിക്ക് വൈറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നോർമലി നമുക്കുണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് നമ്മുടെ പാൻറ്റീസിൽ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കില്ല അങ്ങനത്തെ വജൈനൽ ഡിസ്ചാർജ്. പോകും, ചിലപ്പോൾ നമ്മൾ അറിയും, ചിലപ്പോൾ നമ്മൾ അറിയാതിരിക്കും, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. മറ്റു ചില ആളുകൾ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഡിറ്റക്ട് ചെയ്യുന്നത് അവർ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വജൈനയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങിന്റെ സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള തിക്കായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അങ്ങനെ അഫക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് പോകുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടുക, തുടയ്ക്ക് ചുറ്റുമുള്ള പോർഷനിലോ വജൈനയുടെ ആ ഒരു സൈഡിലുള്ള പോർഷനിലോ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആയിട്ട് എന്തെങ്കിലും സ്കിന്നിന് വ്യത്യാസം വരിക, നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക, പുകച്ചിൽ അനുഭവപ്പെടുക, ചില ആളുകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും ഇതിന്റെ ഭാഗമായിട്ട്. അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നോർമലി നമുക്ക് നാച്ചുറൽ പ്രോസസ്സിലൂടെ പോകുന്ന വജൈനൽ ഡിസ്ചാർജിന് യാതൊരു തരത്തിലുള്ള ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ എടുത്ത് അങ്ങ് മൂക്കിലോട്ട് മണപ്പിച്ചാൽ മാത്രം നേരിയ എന്തെങ്കിലും ഒരു സ്മെല്ല് അതിനുണ്ടാവുമായിരിക്കും. അതല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു ഫൗൾ സ്മെല്ലും ഇതിനുണ്ടാവില്ല. പക്ഷെ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് ആണ് വരുന്നതെങ്കിൽ അതിന് ഭയങ്കര ഫൗൾ സ്മെല്ലായിരിക്കും. ചിലപ്പോൾ മീനിന്റെ പോലത്തെ മണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും ദുർഗന്ധമായിരിക്കും അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിൽ ഉണ്ടാകുന്നത്. ഒരുപാട് പേര് ഇപ്പം ഇങ്ങനെയുള്ളൊരു സ്മെല്ല് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫൗൾ ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ pH ബാലൻസിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ കൊണ്ടാണ് മെയിൻലി ഇത്തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഇങ്ങനൊരു വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഹൈജീനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ക്രമാതീതമായിട്ട് ഡിസ്ചാർജ് കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റീസിൽ ആ ഒരു നനവ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ പാൻറ്റീസ് ഒരു ദിവസം 2 തവണയോ 3 തവണയോ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം
ഇന്റിമേറ്റ് പോർഷൻ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളം കൊണ്ട് അത് ഒപ്പി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള ഡിസ്ചാർജ് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അവിടെ ഈർപ്പം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ കൂടുതലായിട്ടും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും അത് pH ബാലൻസിനെ അഫക്ട് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. pH ബാലൻസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന സെമന് അതിന്റെ അകത്തേക്ക് ഇൻസൈഡിലോട്ട് കടക്കാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ വരും. കാരണം ഇതിന്റെ രണ്ടിന്റെയും pH ബാലൻസിൽ, ആസിഡും ആൽക്കലൈനും തമ്മിലുള്ള ആ ഒരു pH ബാലൻസിലെ വ്യത്യാസം വന്ന് കഴിയുമ്പോഴേക്കും ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോഴേക്കും ഈ സെമനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മുടെ വജൈന സമ്മതിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു അവിടെ വെച്ചിട്ട് തന്നെ ഇതെല്ലാം നശിച്ചു പോകുന്നതിന് കാരണമാകും. അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി വളരെയധികം നീണ്ടു പോകാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വജൈനൽ ഡിസ്ചാർജിനെ നമ്മൾ ഒരിക്കലും ഈസി ആയിട്ട് കാണേണ്ട കാര്യമല്ല കേട്ടോ. ഇന്നേഴ്സ് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്തത് കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾക്ക് മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം. മെഡിസിൻസ് എടുക്കുന്നതിലൂടെയും അതുപോലെ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതിലൂടെയും ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിലൂടെയും ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു വജൈനൽ ഇൻഫെക്ഷനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നു. ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ വിവാഷ് പോലുള്ള പ്രൊഡക്ട്സ് ആണ് ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലാതെ ഒരു തവണ വജൈനൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വിവാഷ് പോലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നിങ്ങളുടെ വജൈനൽ പോർഷൻ ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വജൈനയെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ കൂടി തന്നെ വജൈനയുടെ ഒരു ക്ലീനിങ് പ്രോസസ്സും അതിനെ ഹെൽത്തി ആക്കുന്ന പ്രോസസ്സും ഓൾറെഡി ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട സിറ്റുവേഷൻ ശരീരത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസും ആ പ്രൊഡക്ട്സും ഡോക്ടർ എത്ര നാൾ ഉപയോഗിക്കാനാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നിർത്താനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിർത്താനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് ഇന്റിമേറ്റ് ഹൈജീന്റെ പ്രൊഡക്ട്സ്, വിവാഷ് പോലുള്ള പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു പക്ഷേ വജൈന ഡ്രൈ ആയി പോകുന്നു ചേച്ചി, ഒട്ടും ലൂബ്രിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് കൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നോർമലി നമുക്കുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് ഒരു വൈറ്റ് കളറിലെ മിൽക്കി വൈറ്റ് കളറിലെ ടെക്സ്ചർ ഉള്ളതായിരിക്കും. ചില ആളുകൾക്ക് അതായത് ഒരു യെല്ലോ ഷെയ്ഡ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഒരുപാട് ഭയങ്കര ഡാർക്കായിട്ട് നമുക്കിത് യെല്ലോ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പാകത്തിനുള്ള യെല്ലോ ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഗ്രീനിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്ചാർജിലോട്ട് അത് മാറുന്നുണ്ടെങ്കിലോ ഒപ്പം ഉടനെ തന്നെ നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം, ഡോക്ടറെ പോയി കാണണം. എന്നാൽ മാത്രമേ ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നമ്മൾ pH ബാലൻസ് ഒക്കെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. pH ബാലൻസിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ലൂബ്രിക്കൻസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് ക്രമീകരണങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത് നല്ലതാണ്. സ്വീറ്റ് പൊട്ടാറ്റോയിൽ വിറ്റമിൻ എയുടെ കണ്ടന്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലാക്സ് സീഡ്, അതുപോലെ വാൾനട്ട്, അതുപോലെ ഫിഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറു മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അതുപോലെ അവോക്കാഡോ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവോക്കാഡോ കഴിക്കുക. ഒപ്പം ഇലക്കറികൾ ഉണ്ടാവുമല്ലോ, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ഇലക്കറികളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോട്ടന്റെ പാൻറ്റീസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതും നല്ല കോട്ടന്റെ പാൻറ്റീസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് നിങ്ങൾക്ക് ടൈറ്റ് ഉള്ളതാണെങ്കിൽ അതിന്റെ സൈസ് അടുത്ത സൈസിലോട്ട് നിങ്ങൾ മാറാനായിട്ട് ശ്രദ്ധിക്കുക. എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അസ്വസ്ഥത അതുപോലെ ഇറുങ്ങി പിടിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ചൊറിച്ചിലും മറ്റുള്ള പുകച്ചിലും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിന്റെ സൈസ് നിങ്ങൾ ഓൾട്ടർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നല്ലതുപോലെ ഡ്രൈ ആക്കി ഉണങ്ങിയിട്ടുള്ള പാൻറ്റീസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും പലരും ആ ഉൾപോഷണമൊന്നും ഉണങ്ങിയിട്ടില്ലെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസസ് വരുന്നത് കേട്ടോ.
ഒപ്പം നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഒപ്പ് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ വെള്ളം നല്ലതുപോലെ വൈപ്പ് ചെയ്ത് മാറ്റുക കേട്ടോ. വെള്ളം കൂടുതലായിട്ട് ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നീട് അസ്വസ്ഥത ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലാണ്. അതുപോലെ ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ അവിടെ കൈവച്ച് മാന്താതിരിക്കുക. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചൊറിയാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം ആ പുകച്ചിലിന് അല്ലെങ്കിൽ ആ ഒരു ചൊറിച്ചിലിന് ഒരു ശമനം കിട്ടും. അത് വിചാരിച്ചിട്ട് ആരും നല്ല ശക്തിയിൽ ചൂടുവെള്ളം ഒന്നും ഒഴിക്കരുത്. ശക്തിയിൽ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിൽ നിങ്ങൾ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെറു ചൂടുവെള്ളം മാത്രം നിങ്ങൾ ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.